6 million വെക്കി 6 million പ്രമാണിച്ച് ഇതുവരെ ആരും ചെയ്യാത്ത വെറൈറ്റി വീഡിയോ ആണ്. ഞങ്ങളുടെ കോസ്റ്റ്യൂമും ഞാൻ ടീം ബ്രൈഡ്. ബ്രൈഡ് മാറ്റി അവസാനം എന്നി പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വിളിച്ചിട്ട് വരാം. നമ്മൾ സത്യം പറഞ്ഞ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ചെയ്യാൻ പോകുന്ന നമ്മളെ ചെയ്തിട്ടില്ല. ഏതാണ് കണ്ടന്റ്? നമ്മൾ ഓരോ മില്യൺ അടിക്കുമ്പോഴും ഓരോ Q&A. അതാണ് നമ്മുടെ ഒരു പോളിസി. Q&A മച്ചാനെ ഇജാതി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് പോലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. അന്മാതി നമുക്ക് സ്പെക്സിന്റെ പവർ കുറച്ച് കൂടുതലാണ്, നമുക്ക് മാറ്റാം. ഒന്നാതെ കണ്ണടിച്ച് കാണില്ലേ? ഡാനി അച്ചാച്ചൻ മാരേജ് സിംഗിൾ. ഡാനിച്ചന്റെ മാരേജോ? ഈ ഇളം പിള്ളക്കോ? എത്രയെന്ന വിചാരം? ഞാനിവിടെ കൈ വെച്ചിട്ട് കുറെ സ്റ്റോറി കിട്ടെ. ശരിക്കും ഞാനിവിടെ കൈ വെച്ചിട്ട് കുറെ സ്റ്റോറി ഇട്ടെ. അപ്പൊ എടി അതായത് ഞാനില്ലേ ആനിയുടെ കൈ വെച്ചിട്ടുള്ള കുറെ സ്റ്റോറി ഇട്ട്. അപ്പൊ എനിക്ക് കുറെ മെസ്സേജ് അച്ഛാ കമ്മിറ്റഡ് ആയി. ഞാൻ അതിനുള്ള ആൻസർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ലോകേഷ് കനകരാജ് മൂവിയൊക്കെ വരുന്നത്? ഞാൻ ലോകേഷ് കനകരാജ് കൂലി ഇറങ്ങാൻ പോകുന്ന ഡയറക്ടറിനെ കളിയാക്കുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞിരുന്നതാണ് ഡാൻസിന്റെ മാരേജിന്റെ ഒരു ഇതിനെ പറ്റി എന്താണ് ഡാൻസിന് പറയാനുള്ളത്? എന്റെ മാരേജിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് തരുവാനായി ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെല്ലാവരും ഡാൻസിന്റെ മാരേജിന് നല്ല രീതിയിലാണ് ഇങ്ങനെ ഒത്തി നോക്കുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ആവാൻ ഇങ്ങനെ. ആക്ച്വലി എന്റെ മാരേജ് പെട്ടെന്ന് ഉണ്ടാവും, പക്ഷെ ഞാൻ ഇപ്പൊ പറയത്തില്ല. ആവുമ്പോ എല്ലാം വഴിയെ അറിയുന്നതായിരിക്കും. ഏത് വഴിയെ? അറിയാലോ. ഡാൻസിന്റെ മാരേജ് എത്ര പെട്ടെന്ന് ഉണ്ടാവുന്നതായിരിക്കും. എങ്ങനെയായിരിക്കും? അതൊരു രജിസ്റ്റർ മാരേജ് ആയിരിക്കും. അപ്പൊ എന്റെ കല്യാണത്തിന്റെ പേരിൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ ആയില്ലേ? ഇനി മെസ്സേജ് അയക്കാനുള്ള കാര്യം. ഈ ഞാൻ കമ്മിറ്റഡ് ആണെന്നുള്ള ആ റൂമർ വന്ന് തുടങ്ങിയതിന് ശേഷം എനിക്ക് പെണ്ണുങ്ങളാരും മെസ്സേജ് അയക്കാറില്ല. പറയാൻ പറ്റൂലേ, ആരെങ്കിലും അച്ഛൻ എവിടെയെങ്കിലും വെച്ച് കണ്ടിയാണോ? ആനിയുടെ ഫോട്ടോ ഇട്ടത് ന്യായവും ഉചിതവും ന്യായവും എത്രയായി. അച്ചാച്ചൻ ഓഡിയൻസിനോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അച്ചാച്ചൻ സിംഗിൾ ആണെന്നാണോ കമ്മിറ്റഡ് ആണെന്നാണോ? എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ പോരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ചേഞ്ചസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂട്യൂബ്. എല്ലാവർക്കും എന്റെ പ്രൈവസി പോയിട്ടുണ്ട്. അത്യാവശ്യം എന്റെ പ്രൈവസി. ഞാൻ പേഴ്സണലി കുറച്ച് ഡിഫിക്കൽട്ടി അനുഭവിച്ചിട്ടുണ്ട്. പ്രൈവസി ഇൻ ദ സെൻസ് പ്രൈവസി പോച്ച അക്കൗണ്ട് പബ്ലിക്. അതല്ല ഞാൻ പറഞ്ഞത് റിയൽ ലൈഫിൽ, സോഷ്യൽ മീഡിയയിലല്ല, റിയൽ ലൈഫിൽ. കാരണം എനിക്ക് അങ്ങനെ അതിനനുസരിച്ച് 2-3 ഇൻസിഡന്റ് ഉണ്ടായി. അപ്പൊ ചോദിക്കും നീ ആരാ? അടുത്ത നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് യൂട്യൂബ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂട്യൂബ്? അഭിന് ബൂബീസ് വലുത്. ബിഫോർ നമ്മളൊരു കുഞ്ഞു ഫാമിലി ആയിരുന്നു, ആഫ്റ്റർ നമ്മളൊരു വലിയ ഫാമിലി. അതായത് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂടെ കുറെ ഫിലിം റിലീസ്. അച്ഛാ നീ വേണം പറയാൻ വേണ്ടി. അത് സംഭവം എന്താണെന്നറിയാമോ? നമ്മള് ഫെസ്റ്റിവലിൽ ചെയ്ത് ഫെസ്റ്റിവൽ ലെങ്തിന് നമ്മള് അതിനനുസരിച്ച് 75 മിനിറ്റ്സ് ആണ് ചെയ്തത്. അപ്പൊ റിലീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 90 മിനിറ്റ്സ് വേണം മൂവി ആയിട്ട്. അപ്പം ചെറിയൊരു ഇതൂടെ എടുത്തിട്ട് 15 മിനിറ്റിന്റെ കുറച്ച് വീഡിയോ കൂടെ ഷൂട്ട് ചെയ്തതിനു ശേഷം ഒരു 90 മിനിറ്റ് ആക്കിയിട്ട് പടം നമ്മള് ഫുള്ള് ഫൈനൽ ആയത് ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ വർഷം അത് കാണിക്കായിരുന്നു. എങ്ങനെ കാണിക്കാൻ? ഇതുവരെയ്ക്ക് ഉള്ളതിന്റെ യൂട്യൂബിലാ വേണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ കമന്റ് ചെയ്യുക. വേണമെന്ന് കൊറോണ പോസിറ്റീവ് or നെഗറ്റീവ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അബൌട്ട് ആനി ആൻഡ് അഷ്ന. കൊറോണ ഇവർ കൊറോണ വെച്ചല്ലേ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അബൌട്ട് ആനി ആൻഡ് അഷ്ന. ആനിയെ കുറിച്ച് ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിറയെ നെഗറ്റീവ്.
അത് വളരെ പോസിറ്റീവ്. അതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് പറയാം. ആയിരിക്കും പോസിറ്റീവ് ഒന്നുമില്ല ആയിരിക്കും. ഇനി ആരും പിണങ്ങി എന്നൊക്കെ വരും. ഞാൻ ഇവിടെ കണ്ടു. അശ്നയെ കുറിച്ച് ഒരു പോസിറ്റീവ് പറഞ്ഞുതരാം. ജിത്ത് പറ. സൗണ്ട് ഉണ്ടാക്കിയില്ലേ ചിരി വരും. അശ്ന എല്ലാരെയും ചിയർ ചെയ്യും. ആരെന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യും. കിട്ടുന്ന ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും കോമഡി ചിരിക്കും. അടിച്ചാലും. കാരണം ഇവരുടെ ഞങ്ങൾ അന്ന് ഇടയ്ക്ക് ഇവിടെ പോയപ്പോ അച്ഛൻ ചിരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ആരും എന്റെ അടുത്ത് അനീഷ തോന്നുന്നു എന്തെങ്കിലും പറ. ഞാൻ ഇങ്ങനെ അന്ന് ഞാൻ ഒരു അളിഞ്ഞ കോമഡി പറഞ്ഞു. അഷ്ട കൊടുകൂടാതെ ചിരിച്ചു. അപ്പാടെ എനിക്ക് രാജ റിയലൈസ് ചെയ്തു. ബാക്കിയുള്ള സൂപ്പർ കോമഡി. അടുത്ത ക്വസ്റ്റ്യൻ. Who is most likely to go for a love marriage? എന്റെ സജഷൻ എല്ലാരും അങ്ങനെ പോകണം. എന്റെ സജഷൻ ഇല്ലേ, എന്റെ സജഷൻ എല്ലാരും അങ്ങനെ പോകണം. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ആദ്യം ഒരു ജോലിയിൽ കയറണം. ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ചെയ്യണം. അതെല്ലാം കഴിഞ്ഞതിന് ഞങ്ങൾ കമ്പനി ഉണ്ട്. ഇവൻ യൂട്യൂബ് വെച്ചിട്ടിരിക്കുകയാണ് ജോർജിയയില്. അത് ചെയ്യുന്നതും തെറ്റില്ല. മുന്നേക്ക് എന്റെ റഷീദിന്റെ പപ്പല്ലോ. ലവ് മാരേജിനെ പറ്റി എന്താണ് ആചാര്യ പറയുന്നത്? എനിക്ക് ലവ് മാരേജ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ അതിയായി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പണ്ടൊക്കെ എനിക്ക് ഒരു ഞാൻ ആരൊക്കെ അങ്ങനെ ചെയ്താലും ഞാൻ മേ ബി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ പറയും, ഇവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ they can do it. ഞാൻ ഇറങ്ങിയല്ലോ. Okay, അടുത്ത question. Mr. Danny Namicros, next question please. Next question. How did you get so big, guys? ഞാൻ നിറയെ ചോറും മീൻകറി പൊരിച്ച് രാവിലെ എനിക്കൊരു പഴങ്കഞ്ഞി കുടിക്കുന്നതാണ് ബിഗ് ആവാനുള്ള ഒരു രഹസ്യം. പിന്നെ ബിഗ് മാത്രം പോരാ, അതിനനുസരിച്ച് ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ രാത്രി ഒരു ചെറുപഴം. ഞാൻ ഇന്ന് 4 ചെറുപഴം കഴിച്ചു. നാളെ നല്ല സ്മൂത്ത് ആയിരിക്കുമല്ല. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? നീയാ ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. നിങ്ങൾ ഞങ്ങൾ ആ കഴിവ് കണ്ടു അഭി. ഇത് എക്സ്പിറേഷൻ. അങ്ങനെ നമ്മളൊക്കെ കൊറോണ ടൈം വെറുതെ തുടങ്ങിയല്ലേ? ഞങ്ങൾ സത്യം പറഞ്ഞ കൊറോണ ടൈമിൽ ഈ കഥ നമ്മൾ സത്യം പറഞ്ഞ 100 വർഷം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ കൊറോണ അത് കഥയുടെ കാര്യം പറയണ. നമ്മളൊക്കെ എങ്ങനെയാണ് റിലേഷൻ എന്ന് പോലും ഇവിടെ ആർക്കും അത്ര വ്യക്തമല്ലാതെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ബാക്കി ചിലർക്ക് പേര് പോലും അറിഞ്ഞൂടാ. അശ്വനൊക്കെ ആരാ? ഡാനിയൽ പോയി. ജോഷ്ബ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ ഇൻസ്പിറേഷന്റെ കാര്യം പറയണ്ടേ? എടാ ഇൻസ്പിറേഷൻ ഞങ്ങൾ നിങ്ങള് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഫെയിമിന് വേണ്ടിയിട്ടാണോ മണിക്ക് വേണ്ടിയിട്ടാണോ? ഞങ്ങൾ ഫണ്ണിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് യൂട്യൂബ്. ഇതൊക്കെ ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് മെമ്മറീസ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയ നമ്മൾ ഫെയിം ആവുന്നോളം നമുക്ക് അറിയത്തില്ലായിരുന്നല്ലേ അച്ഛനെ കൊച്ചു വരുമ്പോ കൊച്ചിനെ കാണിച്ചു പണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു കഥയൊക്കെ പറയുമ്പോ വീഡിയോ ആയിട്ട് കാണിച്ചു. കണ്ണ് കുളിർന്നു. ഞാൻ പറയട്ടെ, എന്റെ അറിവ് ഇൻസ്പിറേഷൻ ആനി അശ്വനായിരുന്നു. നിങ്ങൾ ടിക്ടോക്ക് തുടങ്ങാൻ ഓർമ്മയുണ്ടോ? ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങാൻ ഞങ്ങൾ ഇൻസ്പയർ ചെയ്ത് ഡാൻസ് അല്ലേ പുഷ് ചെയ്തത്. പക്ഷെ യൂട്യൂബിലോട്ട് കൊണ്ടുവന്ന ആരാണ്? ഇല്ല ജോഷ്ബ ആൻഡ് റോസ്. അല്ല അത് അച്ചാച്ചന്റെ മുന്നേ ഒരു ചാനൽ ഉണ്ടായിരുന്നു പുട്ടുകുട്ടി. അച്ഛൻ അതിൽ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യായിരുന്നു. ആ സമയത്ത് അച്ചാച്ചൻ കൊറോണ ടൈമിൽ അച്ഛൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ അച്ഛൻ ചെയ്തു തുടങ്ങിയതാണ് വേറെ പടം ജസ്റ്റ് ഒന്ന് ഒരു 2 കോടി ബഡ്ജറ്റ് ഇട്ട് തുടങ്ങിയ പടമായിരുന്നു. പടം ബ്രഹ്മാണ്ഡ ഹിറ്റ്. അടുത്ത ദിവസം വെച്ചാൽ advice to people who want to start a YouTube channel. ഇത് അബിൻ കൊടുക്കും. ഇത് അബിനാണ് അതിന് ബെസ്റ്റ് പറ്റിയ ഒരാൾ.
പറഞ്ഞേ. ഞാൻ മലയാളം ആദ്യം നോക്കട്ടെ. ഒരു അഡ്വൈസ്, നീ ഇപ്പൊ ഫോണിന് ക്ലോസ് ഗൈസ്, നിങ്ങൾ വീഡിയോ റീച്ച് ഇല്ലെങ്കിൽ വീഡിയോ ഇട്ടോണ്ടിരിക്കുക ഗൈസ്. റീച്ച് ഇല്ലെങ്കിൽ ഇട്ടോണ്ടിരിക്കുക, ഒരു നാൾ റീച്ച് ആവും. ഇല്ലേ അച്ഛാ? ഞാൻ പറയണെന്ന് വെച്ചാൽ വീഡിയോ ഇടരുത്. അതാണ് ഇട്ട് തുടങ്ങിയാ നിങ്ങൾ ഇട്ടിട്ടിരിക്കണം. നിങ്ങൾക്കൊരു ബാക്ക് ഇല്ല. അത് തന്നെ, ഇത് വന്നാ തിരിച്ചു നോക്കില്ല. ഒരു അഡ്വൈസ് എടുക്കുന്നത് യൂട്യൂബ് ചാനലിൽ അങ്ങനെ തുടങ്ങുന്നവര് ഫുൾ ആയിട്ട് ഇങ്ങനെ ലെങ്ത് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി, ലോങ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഇവൻ പറഞ്ഞ പോലെ ഫുൾ ടൈം വീഡിയോ ഇട്ടോണ്ടിരിക്കുക. മച്ചാനെ 1 ലിറ്റർ 50 രൂപ. എന്റെ റിസപ്റ്റിനകത്ത് ഇതേപോലെ കുഞ്ഞു വാങ്ങിച്ചു. കടയിൽ പോയിട്ട് അത് തന്നെ വേണമെന്ന് വലിയ കൊച്ചാവും കുളിച്ചു പോസിറ്റീവിനെക്കാൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ എന്തായാലും അത് എൻജോയ് ചെയ്യും. നമ്മൾ എന്തായാലും എൻജോയ് ചെയ്യും. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളത് മടുത്തു തുടങ്ങും. യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ പ്രൈവസി എനിക്കൊന്നും പോയിട്ടില്ല. അല്ല, ഞാൻ ആ പ്രൈവസിയുടെ പാർട്ടിലൊന്നും പറഞ്ഞില്ല. പക്ഷെ കുറെ പേര് നിങ്ങൾ സംസാരിക്കുന്നതിനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതൊക്കെ സൂപ്പറാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെ താണ്ടി കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുപോലെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ബീങ് എ കണ്ടന്റ് ക്രിയേറ്റർ. അതിന് ഈ സാധനം കോണ്ടന്റ് മേക്കിങ്ങിനേക്കാളും ഭയങ്കര പാടാണ് ഇതുപോലത്തെ കുറച്ച് സൊസൈറ്റിയിലുള്ള ഈ സാധനങ്ങളും. ചിലവരെ കോൺസെപ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങള് വ്യൂവേഴ്സ് ആയിട്ടല്ലേ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും, ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, അത് കറക്റ്റ് ആണ്. ചിലർ ഫേസ് നോക്കിയിട്ട് പറയും, ഞങ്ങൾ കാരണമല്ലേ നിങ്ങൾ ഇങ്ങനെ ഇത്ര പൈസയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന്. ഇപ്പൊ ഞാൻ ഒരു ബിസിനസിന്റെ ഇതിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഏതൊരു ബിസിനസ് ആയിരുന്നാലും ആ സാധനം വാങ്ങിച്ചാൽ മാത്രമേ അവർക്ക് അതിന്റെ ഒരു പ്രോഫിറ്റ് ആയിരുന്നാലും അതിന്റെ സെയിൽ നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നു, നമ്മൾ ആ കണ്ടന്റിനെ ആ വീഡിയോനെ നമ്മൾ പ്ലാറ്റ്ഫോമിലിട്ട് സെയിൽ ചെയ്യുന്നു, നമുക്ക് റവന്യൂ വരുന്നത്. ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ബിസിനസ് എന്ന രീതിയിൽ നോക്കുമ്പോൾ. ഏതൊരു ബിസിനസ് ആയിരുന്നു അങ്ങനെ തന്നെ. ആ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നു, വാങ്ങുന്നു. അത് നിങ്ങൾ കാണുന്നതാണ് നമുക്ക് വാങ്ങുന്നതിന്റെ ആ ഒരു ഇത്. ബാഡ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞത് ബാഡല്ല, അത് ചില സിറ്റുവേഷൻ വരുമ്പോൾ നല്ല നല്ല ആൾക്കാരും ഉണ്ട്. നമ്മൾ നല്ല കാര്യമായിട്ടുള്ള നല്ല രീതിയിൽ പോസിറ്റീവ് പറയുന്ന നല്ല ആൾക്കാരും ഉണ്ട്. മൂമെന്റ് വെൻ യു ഓൾമോസ്റ്റ് ഗേവ് അപ്പോൺ യുവർ മൂമെന്റ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചു മനസ്സിലോ, ഇങ്ങനെയൊക്കെ വായിക്കൂ. Moment when you almost gave up on YouTube channel and what time you stay. മലയാളത്തിലായി ഒന്ന് ഇങ്ങനെ വരുന്ന Moment when you almost gave up on YouTube channel. മാത്രമായിട്ട് സംസാരിക്കണ്ട, മലയാളം പറഞ്ഞോണ്ട് രണ്ടു മാർക്കിന്റെ പരീക്ഷ എഴുതുന്നു. പിന്നെ മനസ്സിലാക്കുന്നില്ലേ? പറ മച്ചാൻ, എന്നെ കൊണ്ട് പറ്റും. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളൊക്കെ എന്താണ് സ്റ്റേ ചെയ്യുന്നത്? നമ്മൾ യൂട്യൂബ് ചാനൽ ഇപ്പൊ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? മൊമെന്റ് വെൻ യു ഓൾമോസ്റ്റ് ഗേവ് അപ്പ് ഓൺ യുവർ ചാനൽ. നമ്മുടെ ചാനല് ഓൾമോസ്റ്റ് നമ്മൾ വിടാറായി. പക്ഷേ എന്താണ് നമ്മളിത് വിടാറായി. പക്ഷെ വാട്ട് മേഡ് യു സ്റ്റേ? നമ്മൾ നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. സീരിയസ്ലി നമ്മള് എന്റെ ഒരു അറിവിൽ ഒന്ന് രണ്ട് പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതിപ്പോ നീ അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ സ്റ്റിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ്, ഇത്ര വെയിറ്റിംഗ് വെച്ചു പറഞ്ഞു. ഞാൻ ഇവനോട് പറഞ്ഞു നമുക്ക് കൊറേ ഒന്നും അറിയാത്ത കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. അവർക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് അവരൊക്കെ നമ്മൾ അവരുടെ വളർച്ചയുടെ കൂടെ നമ്മളെ വളർന്ന് കണ്ട് നിങ്ങൾക്ക് ഡെയിലി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. എന്റെ ചാനൽ 1 million ആയി. എന്നിട്ട് ആ ചാനൽ ഇപ്പൊ എന്ത് ചാനൽ എന്റെ അടുത്ത് പറഞ്ഞു,
ജോസ് ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു എടാ നീ ആ ചാനൽ എങ്ങനെയെങ്കിലും 1 മില്യൺ ആക്കണം. ഞാൻ 1 മില്യൺ ആക്കി. ഇനി വീഡിയോ ഇടാൻ പറയില്ലേ എന്റെ അടുത്ത്. ഞാൻ 1 മില്യൺ അവനോട് ടാസ്ക് അടുത്ത് അഷ്ടയ്ക്ക് തന്നിട്ട് 2 മില്യൺ ആക്കാൻ പറയാം. അപ്പൊ എങ്ങനെയാവും ചാനൽ പൊട്ടിപ്പോകും. നമ്മുടെ ഓഡിയൻസ് പറഞ്ഞ ഇതുപോലത്തെ കൊച്ചു നല്ല ഇളം മനസ്സുകളുള്ള ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന പിള്ളേർ ഉറങ്ങുന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നീ എന്താ വിചാരിച്ചത്? അവർ കണ്ണൂർന്നിരിക്കുന്നു. അവര് നമ്മുടെ വീഡിയോ ഇങ്ങനെ 2x എടുത്ത് ഞാനേ നമ്മളുടെ 2x-ലാണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. യൂട്യൂബ് ചാനൽ ഒരു മൂവി ആയാൽ, നമ്മുടെ യൂട്യൂബ് ജേർണി ഒരു മൂവി ആയാൽ അതിന്റെ ടൈറ്റിലും അതിൽ വരുന്ന പ്ലോട്ട് ട്വിസ്റ്റും സിനിമയുടെ എന്തെങ്കിലും ബന്ധം താഴെ കൊണ്ടോ? ഞാൻ ഇന്റർവ്യൂവർ ഇവരയച്ച പോലെ പേര് നോക്കുകയാണെങ്കിൽ ജോഷിയുടെ സ്വർഗരാജ്യം. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് പറയാ വന്ന് ജോഷിയുടെ സ്വർഗരാജ്യം. സ്വർഗരാജ്യം ഓഫ് ജോഷുവ. പേരെടുക്കാൻ പാടില്ല. വളരെ പിന്നെ മാറ്റിയിട്ട് ചട്ടം എന്നുള്ള പേര് നമ്മൾ എന്തിരിട്ടത്? ആനി ഉറക്കുന്ന എല്ലാപ്പോഴും എഴുന്നേക്കുന്ന ആന ഉറക്കുന്ന നടക്കണ ചട്ടം മിഷന്റെ ചട്ടം മിഷൻ നമ്മൾ എന്തിനു പേരിട്ട്? നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഞാൻ എവിടെ ഇരിക്കുന്നു? ഗൈസ്, അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഗാങ്ങിൽ ചേരാൻ എന്ത് ചെയ്യണം? ആദ്യം അപേക്ഷിക്കും. ആധാറിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി. ഇവിടെ ഉള്ളവരെ തട്ടി നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ പുറത്തുനിന്ന് ആൾക്കാർ സീരിയസ്ലി ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് പോകാൻ പറ്റില്ല. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റൂല. കൂടുതലാണ് ഇപ്പൊ ഞങ്ങൾ അവസാനം വിചാരിക്കുന്ന ബോയ്സ് മാത്രം ട്രിപ്പ് പോകാന്നുള്ളത്. അതുകൊണ്ട് ആനിയസിന്റെ ഇല്ല നമ്മൾ എവിടെയെങ്കിലും പോകുന്നു. നീ ഞങ്ങളെ കൂട്ടത്തുള്ളത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഗേൾസ് ആക്കാൻ ഞാനൊരു ഗേൾ ആയിരുന്നെങ്കിൽ ഉണ്ടല്ല ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി ഇപ്പോഴും ആകാം. നിനക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ നടത്തിത്തരൂടാ. ബിഗ്ഗസ്റ്റ് യൂട്യൂബ് ഗോൾ പെട്ടെന്നൊരു 10 മില്യൺ. എനിക്ക് ഇപ്പൊ ഇതില് ഒരു 10 മില്യൺ ആയിട്ട് മറ്റേ ആ പ്ലേ ബട്ടൺ ഒന്ന് കിട്ടിയൊക്കെ എന്നിട്ട് മറ്റേ മിസ്റ്റർ ബീസ്റ്റ് പോലെ എന്റെ താഴെ കിടന്നിട്ട് കുറെ ബട്ടൺ ഇങ്ങനെ വെച്ച ഒരു ഫോട്ടോ. ഏതെങ്കിലും ഫോട്ടോ വെക്കണം. അവിടെ പോളണ്ടാണ് എടുക്കുന്നത്. 10 മില്യൺ ഒന്ന് പെട്ടെന്നായിട്ട് ആ പ്ലേ ബട്ടൺ കിട്ടിയാൽ കൊള്ളാന്ന് ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അമേരിക്കയിലെ യൂട്യൂബ് ഓഫീസ് വിസിറ്റ് ചെയ്യണം. യൂട്യൂബിന് എവിടുത്തെ പൈസ കിട്ടില്ലേ? അവൻ അതുകൊണ്ട് ഇപ്പൊ പഠിക്കുന്ന കോഴ്സൊക്കെ ഡ്രോപ്പ് ഒരാള് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചേരണമെങ്കിൽ ഗൈസ് എനിക്ക് 200 രൂപ എന്നിട്ട് അതിൽ ചേർന്നാൽ മതി. ഏതിൽ ചേരാൻ വേണ്ടി 200 രൂപ പേര് ഇതുവരെയുള്ള ജേണിനെ പറ്റി മൊത്തം ഹാപ്പിനെസ് നിറഞ്ഞ ഒരു ജേണിയായിരുന്നു. ഒരു 90% ഹാപ്പിനെസ്സും ഒരു 10% നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ ഇതിൽ ഓരോ മൈൽ സ്റ്റോൺ ഇങ്ങനെ കിടക്കും തോറും ഓരോരോ ഇമ്പ്രൂവ്മെന്റും ഓരോരോ നല്ല കാര്യങ്ങളും ലൈഫിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 100K 1 മില്യൺ ആയി 1 മില്യൺ 2 മില്യൺ അങ്ങനെ ആകും തോറും വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറച്ച് പുതിയ അച്ചീവ്മെന്റ്സും ഭയങ്കര ചേഞ്ച് ആയില്ലേ? ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ ഇജാദിയായിരുന്നു. ഇഷ്യൂകളഞ്ഞു രണ്ടുപേരും. നിങ്ങൾക്ക് ഞങ്ങളുടെ പഴയ കാണണമെങ്കിൽ ധനുഷ് വെസസ് ദുൽഖർ അല്ലേ? നമ്മുടെ ആ വീഡിയോ കണ്ടാൽ ജിത്തു തന്നെ എന്ത് മാസാണ്. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണവർക്കൊക്കെ അതൊക്കെ ആയിരിക്കും വരുന്നത് വീട്ടില്. അപ്പൊ ഞാൻ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു തോന്നുന്നു. ഡു യു എവർ മിസ് യുവർ ഓൾഡ് ലൈഫ് ബിഫോർ ചട്ടമ്പീസ്? ഞങ്ങൾ പണ്ട് ഇപ്പോഴും എല്ലാം ഒരുപോലെയാണ് ഇല്ലേ? ഇപ്പോഴത്തെ ലൈഫ് കുറച്ചുകൂടെ സൂപ്പർ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടെ അടിപൊളിയായത്. മറ്റേത് ഫണ്ണാണെങ്കിലും നല്ല ഫൺ. ഇതേ ആൾക്കാർ തന്നെ ആയിരുന്നു ഞങ്ങളുടെ മുന്നേയും ശേഷം എല്ലാം ഇതേ സെയിം ആൾക്കാർ. യൂട്യൂബ് തുടങ്ങിയെന്നേ ഉള്ളൂ. അത് മാത്രമല്ല ഡിഫറൻസ്. അതിന്റെ ഫൺ അയ്യോ നല്ല എരിവ്. അപ്പുറത്ത് ഉറങ്ങട്ടെ. ഇനി നമ്മുടെ മോസ്റ്റ് മാനിഫെസ്റ്റിംഗ് മൊമെന്റ്
ആഗ്രഹം. ഞാൻ എപ്പോ വിചാരിച്ചപ്പോ അറിയാം, എപ്പോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു. ഒരു വലിയൊരു കോമ്പൗണ്ടിനകത്ത് കോൺസെപ്റ്റ് ഞങ്ങൾ തരുന്നില്ല, ഒരു കിടിലൻ കോൺസെപ്റ്റ് എനിക്ക് റിയലൈസിട്ടുണ്ടായിരുന്നല്ലേ? അതല്ലേ അതില് നിന്നെ ഉൾപ്പെടുത്തിയില്ല തോന്നുന്നത്. അതില് 6 വീട് ഉണ്ടായിരുന്നല്ലോ, നീ ഇല്ലായിരുന്നു. ഒരു സിസ്റ്റർ തന്നെ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം ബ്രോ ആയിരുന്നു. അതില് അശ്ന എന്റെ വീട്ടിൽ നിൽക്കണേ അല്ലേ? അശ്ന അടി അടിച്ചില്ലേ? ഗാനം ഡിസ്ക്രൈബ് ദിസ് ജേർണി ഇൻ വൺ വേർഡ്. സൂപ്പർ. നമ്മുടെ ഈ ജേർണി ഇതുവരെ അൺഎക്സ്പെക്ടഡ്. ഇൻഫിനിറ്റ്. എന്തോന്ന് അൺഎക്സ്പെക്ടഡ്. അൺഎക്സ്പെക്ടഡ്. ഓക്കെ. അയ്യോ. തിന്ദ്ര Ever felt like leaving Chattambees? Guys, ഞങ്ങളെല്ലാം, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെല്ലാം ഫാമിലിയാണ്. വിട്ടുപോയാല് അപ്പുറത്തെടുത്ത് ഒരാളെ വീടും, വേറൊരാളെ വീടും. ഏത് റോഡ് തിരിഞ്ഞാലും ഒരാളുടെ വീട്. എങ്ങനെ പിണങ്ങി പോയാലും കുറച്ച് മച്ചു എവിടെ പോകാൻ വേണ്ടി ഇവിടെ ഉറക്കം വരും. എവിടെയെങ്കിലും പോണെങ്കിൽ ഇതിന് പുറത്ത് ലൈഫ് ചെറിയ എക്സാം ആയിട്ടാ 2 മിനിറ്റ് ഞാനീ പിണങ്ങി. ഇതിപ്പോ ഞാൻ ഓണായിരിക്കുന്നുണ്ടാ, ഞാൻ വരെ ലേറ്റ് ആയിട്ട്. അത് പിണങ്ങില്ല, അവൾ ഉറങ്ങിയത്. എനിക്ക് ഉറക്കം അടിയോട് അടിയോട്. അപ്പൊ ഞങ്ങളെല്ലാം ഒരു ടീം ഇതിനേക്കാളും മുന്നേ ഞങ്ങളെല്ലാം ഫാമിലിയാണ് ഗൈസ്. മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു ടീം ആവുന്നതിന് മുന്നേ നമ്മളൊരു ഫാമിലി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു മീറ്റപ്പ് ഉണ്ടാകുമോ? സബ്സ്ക്രൈബേഴ്സ് മാത്രം ഇല്ല. സബ്സ്ക്രൈബേഴ്സ് മാത്രമോ? നിങ്ങളെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേരളത്തിൽ പല സ്ഥലത്തായിരിക്കും. ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഇല്ലേ? ഇല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാൻ ഇച്ചിരി ടാസ്ക് ഭയങ്കര അല്ല. അത് ഒരു സ്ഥലത്ത് മീറ്റിംഗ് എന്നുള്ള സംഭവം നമ്മളിങ്ങനെ അല്ലെങ്കിൽ ഒരു മീറ്റപ്പ് പോലെ വെച്ചാലും 2 രീതിയിൽ പോകും. ഒന്നേലും ആരും വരില്ല, ഇല്ലെങ്കിൽ എല്ലാരും വന്ന് ഭയങ്കര ഇതാവും. ഒന്നേലും നല്ല എല്ലാരും വന്നാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം. അറിയാം, ആരും വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു മീറ്റപ്പ് പോലെ വലിയ ഹോളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ 6 പേര് നിൽക്കുന്നു. സ്പെഷ്യൽ ഒന്നല്ല, എന്നാലും ചോദിക്കാണ്, ആനി എവിടെന്നാ ജീൻസ് വാങ്ങണേ? ആനിയുടെ ജീൻസിന്റെ ഒരു സീക്രട്ട് ഉണ്ട്, ചാക്ക് വെട്ടി ഇങ്ങനെ തെക്കും. ആനിവിടെ ചാത്ത വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കും. ആനി ഞാൻ വന്നു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് അച്ഛൻ ഒരു കിടില വെബ്സൈറ്റ് ഉണ്ട്, ഷർട്ടും പാൻറ് എടുക്കുക ഈസി. 1000 രൂപ പോയി അവിടെ. എന്റെ സ്റ്റൈലിംഗ് ഈസ്തെറ്റിക് ആയിട്ട് ഞാൻ നോക്കും. അല്ല, സാധനം വന്നില്ലല്ലോ. അല്ല, ആനിക്ക് പുതിയ വീടിന്റെ അഡ്രസ് അറിയത്തില്ല. ആനി എന്ത് ഓർഡർ എന്റെ വീട്ടിലാണ് പറയാം. ഞങ്ങൾക്ക് 250, 300, 350 ഓരോ സാധനങ്ങൾ ഡെയിലി വന്നോണ്ടിരിക്കും. പൈസ കൊടുക്കും. ഒന്നും വരില്ല, തള്ളാതെ ഇനി കറക്റ്റ് ട്രിവാൻഡ്ര ഭാഷ. നീയാണുള്ള പിന്നെ എന്താണ് തൃശ്ശൂരാണ് നമ്മള്. നെക്സ്റ്റ്, നിങ്ങളെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ശരി, ഇവിടെ അതിനായിട്ടാണ് ഞാൻ ലാസ്റ്റ് വരെ നേരത്തെ കൈ പോകുന്നു. എടാ, A to Z അറിയാന്നൊക്കെ പറഞ്ഞിട്ട് നീ അത് ക്വസ്റ്റ്യൻ. നമ്മുടെ ചില സബ്ജക്ട് നമ്മൾ നല്ല രീതിയിൽ എല്ലാവരുടെ പേര് അറിയാം. വലിയ നമ്മളെ പേര് അറിയാമെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെയല്ല, ഞങ്ങളുടെ കുറച്ച് പേരും ഞങ്ങളുടെ റിലേഷൻ അറിയാമെങ്കിൽ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ട്രൂ സബ്സ്ക്രൈബർ പണ്ട് തൊട്ടേ നമ്മുടെ വീഡിയോ എല്ലാം കാണുന്ന. അപ്പൊ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യണം? ഇതിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഇങ്ങനെ അങ്ങനെ സംവിധാനം ചെയ്യുക. അതുപോലെ മുമ്പ് ഒരു കമന്റ് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ആ വീഡിയോ മറ്റേ മൂവിയുടെ സംഭവം കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഈ കമന്റ് ബോക്സ് നിറയണം. അങ്ങനെയാണെങ്കിൽ മൂവി ആ സമയം ഞങ്ങൾ ഒരു ചെറിയൊരു പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു 1 year back. മൂവി കഴിഞ്ഞ ഉടനെ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് അതിന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും വേണം 2 ഹാർട്ട് പ്ലീസ്, പെട്ടെന്ന് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ഞങ്ങൾ അടുത്ത വർഷം ഇടുമ്പോൾ നല്ല വെറൈറ്റി ചോദ്യങ്ങൾ കുറച്ച് വെറൈറ്റി ആണ് ചോദിക്കണം. എനിക്ക് കുറച്ച് വെറൈറ്റി ചോദ്യത്തിന് വെറൈറ്റി ഇട്ടെന്ന് പറഞ്ഞുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെ ബാങ്ക് ബാലൻസ് ചോദിച്ചോളല്ലേ? അത് 0 ആണ് എല്ലാവരുടെയും. അടിമച്ചാനെ ഇവന്റെ ബാങ്ക് ബാലൻസ് 0 ആണ്. അപ്പൊ ആനി ആകെ വീഡിയോ എന്താണെന്ന് അറിയാമോ? ചാനൽ
ചട്ടമ്പി. ഞാൻ എവിടെ ഇരിക്കുന്നു? എനിക്ക് നല്ല ഉറക്കം. എന്നിട്ട് ഓക്കെ ഗൈസ് വീഡിയോ കഴിഞ്ഞു. ഓക്കെ ആനി പറയും. മതി. അപ്പൊ ഗൈസ് Q&A നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഞങ്ങൾ അറിയിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ പക്ഷെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് അശ്നയാണ് എടുത്തത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നില്ലേ ഉത്തരവാദി അശ്നയാണ്. ഇല്ല കൊറേ പേര് ഞങ്ങൾ മുന്നത്തെ Q&Aയിലൊക്കെ കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. അത് നോക്കി കണ്ട നിങ്ങൾക്ക് നീ അതിനാണ് ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്ന പിന്നെ ഓ അശ്നീച്ചറെ കണ്ടുകൂടി. ഉറങ്ങണേ ഞാൻ കണ്ട്. ഇല്ല അത് പിന്നെ അച്ഛാ നിങ്ങൾ ഇവരാണെങ്കിൽ ഷൂട്ട് ഒരു സമയം പറയും എടുക്കണത് കുറെ മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ കിടന്നുറങ്ങി. അത് കട്ടി അത് മാത്രം കട്ടി. ഞാൻ മറ്റേത് ചെയ്ത് മറിച്ചത് ചെയ്ത് എല്ലാം പറയാം. അതെല്ലാം കിട്ടി മോളെ, എല്ലാം കിട്ടി. നമുക്ക് ഫണ്ണാണ് ഇമ്പോർട്ടന്റ്. വീഡിയോ കഴിഞ്ഞാൽ വളരെ ചൂടെടുക്കണം. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചട്ടമ്പി പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്.